നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാളിൽ മമതയ്ക്കും തൃണമൂലിനും വെറി പിടിച്ചിരിക്കുന്നു. ബിജെപിയെ ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് മമത നട്ടപ്രാന്ത് കാണിക്കുന്നു. തൃണമൂൽ സംഘങ്ങൾ പലയിടത്തായി ബിജെപി CPM പ്രവർത്തകരെ ആക്രമിക്കുന്നു. തിരിച്ചും തൃണമൂലിന് കിട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങില്ല, ഭരണമില്ലെങ്കിൽ മൊത്തം ബംഗാളിന് തീയിടും എന്ന വെറിയിലായിരുന്നു മമത. കൈവിട്ട നിലയിലേക്ക് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും മാറുന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടും സുവേന്ദു അധികാരിക്ക് ഭരിക്കാൻ പൂർണ്ണമായും കഴിയാത്തൊരു സാഹചര്യം. ബംഗാൾ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ അനിവാര്യമായിരിക്കുകയാണിപ്പോൾ. മമതാ ബാനർജിയെ തൂക്കി ജയിലിൽ ഇട്ടേക്കൂ എന്ന് സുവേന്ദു അധികാരിയോട് ഉത്തരവിട്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. മമതയ്ക്കെതിരായ അഴിമതി കേസുകളെല്ലാം പൊടി തട്ടിയെടുക്കുകയാണ് സുവേന്ദു. മമതയ്ക്കും ശിങ്കടികൾക്കും ഉടൻ വിലങ്ങ് വീഴും. CBI, ED തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ ഈ ഒരു നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. മുൻപൊക്കെ മമതാ സർക്കാരിന്റെ കാലത്ത് മമതയുടെ കൂട്ടത്തിലുള്ളവരെ, അഴിമതി കേസുകളിൽ ഉൾപ്പെട്ടവരെ തൂക്കിയെടുത്തുകൊണ്ട് പോയിട്ടുള്ള കേന്ദ്ര ഏജൻസികളെ അവരുടെ ഓഫീസ് വളഞ്ഞ് ആക്രമിച്ച് ഇറക്കിക്കൊണ്ടു പോകുന്ന ഗുണ്ടായിസമായിരുന്നു മമത കാണിച്ചത്. ഇനി അത് വില പോകില്ല എന്ന് സുവേന്ദു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. മമതയെ തൂക്കി അകത്തിടുമ്പോൾ തൃണമൂൽ ഇളകും, നാടവർ കത്തിക്കുമെന്ന് സുവേന്ദുവിനറിയാം. പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്രസേനയെ വിന്യസിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ മമതയെയും അവരുടെ ശിങ്കിടികളെ ഓരോന്നിനെയും കേന്ദ്രസേന വളയും, കേന്ദ്ര ഏജൻസികൾ തൂക്കി അകത്തിടും. അങ്ങനെ സംഭവിച്ചാൽ ബംഗാൾ വീണ്ടും കത്തി അമരുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു അപകടത്തിന്റെ മുകളിലാണ് ആ സംസ്ഥാനം ഇപ്പോൾ നിൽക്കുന്നത്. ഭയമില്ലാത്തവരും ജന്മനാടിനോട് സ്നേഹമുള്ളവരും ബംഗാളിൽ സ്വാഭാവികമായി ഒന്നിക്കുമെന്ന് മമതാ ബാനർജി പറഞ്ഞു. ആരോടും അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല. മുൻപെങ്ങുമില്ലാത്ത വിധം TMC പ്രവർത്തകർ ആക്രമിക്കപ്പെടുകയാണ്. താൻ അധികാരത്തിൽ വന്നപ്പോൾ ആരെയും ആക്രമിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. BJP തന്റെ സുരക്ഷയടക്കം പിൻവലിച്ചു. തങ്ങളെ നിയമവിരുദ്ധമായി പരാജയപ്പെടുത്തിയത് BJP ആണെന്നും വൈകാതെ അത് തെളിയുമെന്നും മമത പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാത്തത് നാടകീയ നീക്കങ്ങൾക്ക് തയ്യാറാകുന്നു എന്ന സൂചന നൽകിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ബംഗാൾ മുഖ്യമന്ത്രി എന്ന വിശേഷണം മമതാ ബാനർജി മാറ്റിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിന് പിന്നാലെ പശ്ചിമ ബംഗാളിന്റെ 15ാമത്തെയും 16ാമത്തെയും 17ാമത്തെയും നിയമസഭാ കാലത്തെ മുഖ്യമന്ത്രി എന്നാണ് മമതാ ബാനർജി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. ശക്തമായ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിപക്ഷമാകുമെന്ന് പറഞ്ഞ അഭിഷേക് ബാനർജി ജനാധിപത്യ സ്ഥാപനങ്ങൾ പക്ഷം പിടിച്ച് തെരഞ്ഞെടുപ്പാണ് ബംഗാളിൽ നടത്തിയതെന്നും പ്രവർത്തകർ ഈ വെല്ലുവിളി നിറഞ്ഞ സമയത്ത് പാർട്ടിക്കൊപ്പം നിൽക്കണമെന്നും ആവശ്യപ്പെട്ടു. രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്നാരോപിച്ച് അന്താരാഷ്ട്ര കോടതിയായ ഹേഗിലെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ സമീപിക്കാൻ മമതാ ബാനർജി ഒരുങ്ങുകയാണ് എന്ന് ബംഗാളിലെ പ്രമുഖ ദിനപത്രം റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ഇതിന് സ്ഥിരീകരണമൊന്നുമില്ല. ബംഗാളിൽ സത്യപ്രതിജ്ഞ ആഘോഷമാക്കിയ BJP രാജ്യമെങ്ങുമുള്ള പാർട്ടി പ്രവർത്തകരുടെ ആവേശം ഉയർത്താനാണ് നോക്കുന്നത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ ഒരുപക്ഷെ മമത പറയുന്നിടത്ത് പോലും ഇനി അവർ നിൽക്കാൻ സാധ്യതയില്ല. കാരണം അവർക്ക് അധികാരമില്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല. ഈ ഒരു ഘട്ടത്തിൽ വെറി പിടിച്ച തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ എന്തിനും തയ്യാറാകും. തൃണമൂലിന്റെ നേതാക്കൾ തങ്ങളുടെ പ്രവർത്തകരെ അഴിച്ചുവിടാനും സാധ്യതയുണ്ട്. BJPയെ നേരിടാൻ മമത കൈവിട്ട കളി കളിക്കുമോ എന്നുള്ള ആശങ്ക സുവേന്ദുവിനുമുണ്ട്. ബംഗ്ലാദേശികളെ ഇറക്കി തൃണമൂൽ കലാപത്തിന് കോപ്പുകൂട്ടുമോ, തീവ്ര ഗ്രൂപ്പുകളെ കളത്തിൽ ഇറക്കുമോ തുടങ്ങി ബംഗാൾ മുൾമുനയിലാണ്. ബംഗ്ലാദേശിൽ നിന്ന് മമതയ്ക്ക് പിന്തുണയുമായി ചിലർ തലപൊക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അപകടം നിറഞ്ഞ സാഹചര്യത്തിലൂടെ പശ്ചിമ ബംഗാൾ കടന്നുപോകുന്നു. ബംഗാൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ ബംഗ്ലാദേശിലെ 170 ദശലക്ഷം മുസ്ലിങ്ങൾ മമതാ ബാനർജിയെ പിന്തുണയ്ക്കും. മുഴുവൻ ബംഗ്ലാദേശും ഈ തീരുമാനത്തെ പിന്തുണയ്ക്കും. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഡൽഹിയുടെ ഭരണത്തിൽ സ്വാതന്ത്ര്യം തേടണം. ബംഗാൾ ബാഹ്യമോ ബംഗാളികൾ അല്ലാത്തതോ ആയ നിയന്ത്രണത്തിന് വഴങ്ങരുത്. പശ്ചിമ ബംഗാളിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കണം. മമത കേന്ദ്ര സർക്കാരിനെ അംഗീകരിക്കരുത്. BJP ഹിന്ദു വർഗീയവാദികളാണ്. മമത ഒരു സാഹചര്യത്തിലും അധികാരം ഉപേക്ഷിക്കരുത്. മമത ഇന്ത്യക്കുമെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം. ഇങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ബംഗ്ലാദേശി ജമാഅത്ത് നേതാവ് MD നൂറുൽ ഹുദയാണ്. ഇയാളുടെ വീഡിയോ ഇപ്പോൾ ഇന്ത്യയിലും ബംഗ്ലാദേശിലും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബംഗ്ലാദേശിലെ ഒരു കൂട്ടം തീവ്ര ഗ്രൂപ്പുകൾ തലപൊക്കിയിരിക്കുകയാണ്.
ഇവർ ബംഗാളിലേക്ക് നുഴഞ്ഞു കയറി വലിയ ആക്രമണത്തിന് സാധ്യതയുണ്ട്. മുൻപ് നമ്മൾ കണ്ടതായിരുന്നു, ഇന്ത്യയിൽ പല സമരങ്ങൾ കൊടുമ്പിരി കൊണ്ടപ്പോൾ ആ കൂട്ടത്തിലേക്കൊക്കെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ പലരും കടന്നുകൂടി ആ സമരങ്ങൾക്ക് തീ വെക്കുന്നത് നമ്മൾ കണ്ടു. ഇതേ ഒരു സാഹചര്യം ബംഗാളിൽ ഉടലെടുക്കുമോ എന്നുള്ള ഭയമുണ്ട്. മമതാ ബാനർജി ഇപ്പോൾ കടുത്ത നീക്കങ്ങളിലേക്കാണ് കടക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി ഒരു BJP മുഖ്യമന്ത്രി അധികാരമേറ്റ സാഹചര്യത്തിൽ BJPയെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കണമെന്ന് മമതാ ബാനർജി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 15 വർഷത്തെ ഭരണത്തിന് ശേഷം TMCയിൽ നിന്ന് സംസ്ഥാനത്തിന്റെ ഭരണം പിടിച്ചെടുത്ത BJPക്കും സുവേന്ദു അധികാരിക്കുമെതിരെ പോരാടാൻ പശ്ചിമ ബംഗാളിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിക്കണമെന്നാണ് മമതാ ബാനർജി ശനിയാഴ്ച ആഹ്വാനം ചെയ്തത്. ദേശീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും സന്നദ്ധ സംഘടനകളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് മമതയുടെ ആവശ്യം. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെന്ന ആരോപണങ്ങൾക്കിടയിലും BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന പ്രതിപക്ഷ സഖ്യത്തിനുള്ളിലെ ഭിന്നതകൾ വ്യക്തമാക്കുന്നതാണ്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മമതയുടെ പുതിയ നീക്കം. ഇടതുപക്ഷക്കാരും അതിതീവ്ര ഇടതുപക്ഷക്കാരും ഉൾപ്പെട്ട എല്ലാ പ്രതിപക്ഷ പാർട്ടികളും BJPക്കെതിരെ സഖ്യം രൂപീകരിക്കാൻ ഒന്നിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മവാർഷികത്തിൽ തന്റെ കാളിഘട്ട് വസതിക്ക് മുന്നിൽ നടന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തപ്പോഴായിരുന്നു മമത ഈ ആഹ്വാനം മുന്നോട്ട് വെച്ചത്. BJPക്കെതിരെ പോരാടാൻ ദേശീയ പാർട്ടികളും തന്റെ സംയുക്ത സഖ്യത്തിൽ ചേരണമെന്ന് മമത അഭ്യർത്ഥിച്ചു. ഇക്കാര്യത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി താനുമായി ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുമെന്നും മമത കൂട്ടിച്ചേർത്തു. ശത്രുവിന്റെ ശത്രു മിത്രമാണെന്ന് ചിന്തിക്കേണ്ട സമയമല്ലിത്. നമ്മുടെ 1-ാം നമ്പർ ശത്രു BJP ആണ് എന്നും TMC പറഞ്ഞു. BJPയുടെ വിജയത്തിന് ശേഷം സംസ്ഥാനത്തുടനീളം TMC പ്രവർത്തകർക്കും അനുയായികൾക്കുമെതിരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മമത ആരോപിക്കുന്നത്. BJPക്കാർ കൂട്ടത്തോടെ തൃണമൂലിനെ ആക്രമിക്കുന്നുണ്ട്, തിരിച്ച് തൃണമൂലും BJPയെ ആക്രമിക്കുന്നുണ്ട്. ഇരു കൂട്ടരും തമ്മിൽ ഇപ്പോൾ നേർക്കുനേർ വന്നിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ഗുണ്ടായിസം നടക്കുന്നുണ്ട്. മോശം ഘടകങ്ങൾ അവരുടെ നിരയിൽ പ്രവേശിച്ചിട്ടുണ്ട്. BJPയുടെ വലിയ വിജയത്തിന് ഒരു ദിവസത്തിന് ശേഷം പ്രതിപക്ഷ സഖ്യത്തിലെ നേതാവായ അഖിലേഷ് യാദവ് ചില സ്ഥലങ്ങളിൽ ഗുണ്ടായിസം നടക്കുന്നുണ്ട്, മോശം ഘടകങ്ങൾ അവരുടെ നിരയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നും മമത പറഞ്ഞു. BJPയുടെ വലിയ വിജയത്തിന് ഒരു ദിവസത്തിന് ശേഷം പ്രതിപക്ഷ സഖ്യത്തിലെ നേതാവായ അഖിലേഷ് യാദവ് മമതയെ കണ്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്ന് ബംഗാളിലെ ജനവിധി മോഷ്ടിച്ചു എന്നാണ് അഖിലേഷ് യാദവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ TMC ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. തൃണമൂൽ കോൺഗ്രസിനും മമതയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതാവും മന്ത്രിയുമായ അഗ്നിമിത്ര പോൾ രംഗത്ത് വന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ മമതയെ ദൈവമായിട്ടാണ് കണ്ടിരുന്നതെന്നും എന്നാൽ അടുത്തിടെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയം മമത ദൈവമല്ല എന്നും നിയമത്തിന് മുകളിലല്ല എന്നും തെളിയിച്ചിരിക്കുകയാണെന്നും ഇവർ പറഞ്ഞു. മമതാ ബാനർജിക്ക് ഇതിനകം തന്നെ ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. മമതയും അഭിഷേക് ബാനർജിയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ബംഗാളിലെ ജനങ്ങൾ അവരുടെ വിധി തീരുമാനിച്ചു. താൻ നിയമത്തിന് മുകളിലല്ല എന്നും ഭരണഘടനയ്ക്ക് മുകളിലല്ല എന്നും മമത മനസ്സിലാക്കണം. അവർ ദൈവവുമല്ല. മമതയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുടെ MLAമാരും MP മാരും ശാരദാദേവി എന്ന് വിളിച്ചിരിക്കാം. ശാരദാദേവി ഞങ്ങളുടെ ദൈവമാണ്. ആ വിളിയിൽ മമത സന്തോഷിച്ചിട്ടുണ്ടാകാം. അവരെ തടയാൻ മമത ശ്രമിച്ചതുമില്ല. മമതയോട് എനിക്കൊന്നും പറയാനില്ല. ബംഗാളിലെ ജനങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞുവെന്നും അഗ്നിമിത്ര പോൾ വ്യക്തമാക്കി. ഇവിടെ ഇപ്പോൾ ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇരുചേരിയായി തിരിഞ്ഞുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസും BJPയും പോര് മുറുകിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കുക. ഒരു സംസ്ഥാനമാണ് നിങ്ങൾ ഇങ്ങനെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത്. അധികാരം പിടിച്ച BJP നിങ്ങളുടെ തനിനിറം കാണിക്കാനല്ല, ഇനിയെങ്കിലും ആ സംസ്ഥാനത്തിന് കുറച്ച് മനസമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്താൽ അത് തന്നെ വലിയ കാര്യം. കാരണം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ആ മനുഷ്യർ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബംഗാൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അധികാരത്തിലുണ്ടായിരുന്ന CPMും കോൺഗ്രസും തൃണമൂലും ഒക്കെ കണക്ക് തന്നെയായിരുന്നു. BJPയും അതിൽ നിന്ന് വിഭിന്നമായിരിക്കില്ല. കാരണം ഇപ്പോൾ തന്നെ BJP നേതാക്കൾ അവിടെ ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വിഭജനം തുടങ്ങിയിരിക്കുകയാണ്. ബംഗാളിന്റെ ഒരു ശാപമായി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.